ഹലോ, എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സാത്തിക്കുട്ടിക്ക് ഒരാഴ്ചയായിട്ട് ചെവി വേദന, പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ. അന്നേരം എന്നിട്ട് അവൾ ലാസ്റ്റ് ഹോസ്പിറ്റലൈസ്ഡ് അഡ്മിറ്റായി കേട്ടോ. അഡ്മിറ്റ് ആയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളുടെ റീസെറ്റിംഗ് അവർ ഓൺ ലൈഫ്. നമുക്കറിയാം ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ഇതേ കണക്ക് കുറേ തുണികളൊക്കെ കാണും. കറക്റ്റ് ഞാൻ പറയാം, ഒരു വ്യാഴാഴ്ച ഇപ്പോൾ അവൾക്ക് ചെവി വേദന വന്നു. അവൾക്ക് അതിന് മുമ്പ് ജസ്റ്റ് ചുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു പനി വന്നു പോയില്ല. അതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ച തൊട്ട് പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ശനിയാഴ്ച കഴിഞ്ഞു, പിറ്റേ തിങ്കളാഴ്ച ആയപ്പോൾ ആൾ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ നേരെ ഞങ്ങൾ ഹോളി ക്രോസിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നേരെ ESA എനിക്കുണ്ടതുകൊണ്ട് കാഷ്വാലിറ്റി വഴി നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തിരിച്ച് ഡിസ്ചാർജ് ആയി വന്നു. 5 ദിവസമായിരുന്നു. അപ്പം ഞാൻ 3 ദിവസം ലീവ് എടുത്തു. 2 ദിവസം പിന്നെ ഒരു നിർത്തി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അമ്മ വന്നു, അങ്ങനെ അഡ്ജസ്റ്റബിളായി അങ്ങ് പോയി. എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്തു. നമ്മൾ സിംഗിൾ മദേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ജോലിയിൽ ഒരുപാട് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ അവർ ലീവ് വരും ഒബിയസ്ലി. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സിനൊക്കെ ഒരു ഓവർലോഡ് വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ നിർത്തി, അമ്മയൊക്കെ നിർത്തി, ഓരോരുത്തരൊക്കെ നിർത്തി നമ്മളൊന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ. പിന്നെ ആ ഒരാഴ്ച ഞാൻ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഫുഡ്. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന്, അതായത് രാത്രി വർക്ക് ചെയ്യും, പകൽ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ പോവും. അവളെ കാണാതിരിക്കാൻ എന്തായാലും നമുക്ക് പറ്റത്തില്ലല്ലോ. അവളെ കാണാതിരിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേറ്റിംഗ് സംഭവമാണ്. ഞാൻ ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല ഹോസ്പിറ്റൽ ലൈഫ്. അവിടെയെല്ലാം കുഞ്ഞുങ്ങളല്ലേ, അവരെല്ലാം അവരെ ഒരു പെൻസില്, ക്രയോൺസ്, വരപ്പ്, പിന്നെ കൊച്ചു TV അവിടെ വെച്ചേക്കും. അത് പിന്നെ എല്ലാവരും ഓരോരോ ടോയ്സ് കൊണ്ടുവരും. എന്നിട്ട് അവരെങ്ങനെയാണെന്നറിയാമോ, ഫുള്ള് എക്സ്ചേഞ്ച് ചെയ്യും. ടോയ്സ് എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുക. അവരിടയിൽ തന്നെ ഒരു പ്യുവർ ഗ്രൂപ്പ്, ഭയങ്കര ഒരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മളും അങ്ങനെയാണ്. നമ്മൾ ചുമ്മാ സെൻറ്റടിച്ച് നമ്മുടെ ലൈഫിൽ കുറേ തിരിച്ചടികളുണ്ടാകുമ്പോൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം അങ്ങ് എൻജോയ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ശരിക്കും റെസ്റ്റ് കേട്ടോ. സാധാരണ ഇവിടുത്തെ ജോലി കഴിയുമ്പോൾ വീട്ടിലെ ജോലി, പിന്നെ സാധനം വെടിപ്പ്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഫുൾ ടൈം പുറത്തുനിന്ന് കഴിക്കുന്ന അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് അവളുടെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. അവൾ ഫ്രണ്ട് വെൽക്കമിങ്, അതായത് കുറേ ലെറ്ററൊക്കെ എഴുതി മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവരോരോന്നും ഉണ്ടാക്കി. ഇതൊക്കെ ക്രയോൺസും കളർ പെൻസിലൊക്കെ അവിടെ നിന്ന് മേടിച്ച് ഈ സൈഡിൽ ഇരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഏതാണ്ട് എൻ്റെ കൊച്ചേതോ വലിയ വെക്കേഷൻ ഉണ്ടല്ലോ, വെക്കേഷൻ 5 ദിവസം പോയിട്ട് തിരിച്ച് വന്നൊരു ഫീലായിരുന്നു. ഇത് അവളുടെ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് കാർഡും സമ്മറിയൊക്കെ. ഇത് അവൾ ക്ഷീണിച്ച് കിടക്കും കേട്ടോ. പനി മാറിയെങ്കിൽ പോലും ആൾക്കൊട്ടും ക്ഷീണം മാറിയിട്ടില്ല. അപ്പം ഞാൻ കുളിപ്പിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് കുളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ ഭയങ്കര വൃത്തിയൊന്നുമല്ല, എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം അവിടെ കിടന്നതിന്. പിന്നെ വാർഡിലായിരുന്നു കിടന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ക്യാൻറ്റീനിൽ വല്ലതും പോവുകയാണെങ്കിൽ അടുത്തുള്ള ബെഡിലുള്ള ആൾക്കാരൊക്കെ നോക്കി. പിന്നെ അവൾ കുറച്ച് വളർന്നില്ലേ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ അച്ഛനും പിന്നെ അമ്മയൊക്കെ വന്നിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതെന്താ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് അവൾക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി കരിക്ക് മേടിച്ചു കൊടുത്തു. ഇനി കരിക്കും ക്യാരറ്റും കുറച്ച് ബ്ലഡ് കൗണ്ടൊക്കെ ഒന്ന് കൂടാൻ. ആളുടെ ബ്ലഡ് കൗണ്ടൊക്കെ ഭയങ്കര ബോർഡറിലൊക്കെ ആയിരുന്നു. അത്രയും ടയേർഡായി, ഇൻഫെക്ഷൻ ഇങ്ങനെ ബ്ലഡിലായിട്ടാണ് ഇത്രയും പ്രശ്നമായത് കൊച്ചിന്. ലാസ്റ്റ് വന്നപ്പോൾ സാദിക്കുട്ടി ഇങ്ങനെ എണീക്കുന്നേ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ. അവൾ പെട്ടെന്ന് ക്ഷീണിച്ചാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ഉടനെ തന്നെ നമ്മൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത് ഒരാഴ്ച കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾ അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേന്ന് ഞാൻ സാമ്പാറും 2 ദിവസത്തേക്കുള്ള സാമ്പാറും മോര് കാച്ചിയതും ഒക്കെ ഫ്രിഡ്ജിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇവൾ അഡ്മിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് മെഡിസിൻ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് പിന്നെ അവൾ ഓക്കെ അല്ലാതെ വന്നപ്പം അടുത്ത ആൻറ്റിബയോട്ടിക് കൊടുക്കുമെന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് അസംഷൻ. പക്ഷെ എല്ലാം തെറ്റി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്കിരുന്ന് ഇത് ചൂടാക്കി എന്നുവെച്ചാൽ ഞാൻ അവിടെ 2 ദിവസം അടുപ്പിച്ച് അവിടെ ആയിരുന്നല്ലോ. പിന്നെ വീട്ടിൽ വന്ന് പോവും. പിന്നെ തുണിയൊക്കെ ഞാൻ കറക്റ്റ് മെഷീനിൽ കഴുകിയിടുക. ഒന്നാമത് മഴയും കൂടി ആകുമ്പോൾ അതൊന്നും എടുക്കത്തെ ഒന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പല തരം അമ്മമാർ. ചില അമ്മമാരുണ്ടല്ലോ
പിള്ളേരങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അവർ ഫുൾ ടൈം മൊബൈല്, അവരുടെ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള അമ്മമാരും ഉണ്ട്. ചില അമ്മമാരാണെങ്കിൽ ബെഡിൻ്റെ അടുത്തൊന്നും മാറുന്നതേ ഇല്ല, ഫുൾ ടൈം കെയറിങ്ങും അതും ഇതും ഒക്കെ. എന്ത് പറഞ്ഞാലും കുട്ടികൾക്ക് ഏതാണ്ട് വെക്കേഷൻ കണക്ക്, അവർക്ക് പഠിക്കാനും പോകണ്ട, ഫുൾ ടൈം സ്കെച്ചും കളിയും അവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്തില്ല. ആദ്യത്തെ 2 ദിവസം പിള്ളേരെയൊക്കെ ഒന്ന് കാണണം, തല പൊങ്ങാതെ ഇങ്ങനെ കിടക്കാം. 3ൻ്റെ അന്ന് തൊട്ട് ഇവർ പുലിമുരുകന്മാരെ കിടക്കാം, ഭയങ്കര ആക്റ്റീവാണ്. എനിക്കത് സാത്തിക്കുട്ടി 6ൻ്റെ അന്നാണ് ഡിസ്ചാർജ് ആയത്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും 3ൻ്റെ അന്ന് തന്നെ ഇവർക്ക് ഇത്തിരി ഒരു ഇൻഫെക്ഷൻ കൂടിപ്പോയതുകൊണ്ട് ആ ഒരു റെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റെസ്റ്റ് ആയിരുന്നു കേട്ടോ. വീട്ടിലെ ജോലിയില്ല, ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് വന്നു പോവുക, പിന്നെ എൻ്റെ വർക്ക്. അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് കുക്കിങ്ങൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ പണിയില്ല. കുക്കിങ്ങും ക്ലീനിങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല എന്ന് പറയുന്നതായിരിക്കും. ഈ ഒരാഴ്ച ഞാൻ എങ്ങനെ ഹോട്ടലിൽ ഫുഡ് ഇങ്ങനെ മുതലാക്കിയെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് അവിടെ ESA ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഊണുണ്ട്. ഞാൻ കഴിച്ചതിൽ, എൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലെ ഊണ്. അതെങ്ങനെ അവരുണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല സൂപ്പർ കേട്ടോ. എനിക്ക് സാധാരണഗതിയിൽ ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ സോഡാപ്പൊടിയൊക്കെ ഇടുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുവാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നല്ല സ്റ്റൈലനൂണ്. അപ്പോൾ ഞാൻ ഊണ് മേടിക്കും. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് അവിടെ നല്ല വെജിറ്റബിൾ ഫുഡുണ്ട് ESA എന്ന് തന്നെ. പക്ഷെ അത് നല്ല കേട്ടോ, നല്ല ഫുഡാണ്, പക്ഷേ വെജിറ്റബിൾ ആണെന്നുള്ളൂ. അപ്പം ഞാനൊരു വറുത്ത മീൻ വല്ലതും ഒന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ട് ഈ ഒരു ഊണും ഉണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരത്തേക്ക് എനിക്കും സാധിക്കും കഴിക്കാനുമായി ഒക്കെ ആയി. പിന്നീട് ഞങ്ങൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് മോളെ ഒന്ന് ചെക്കപ്പിനെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അവളുടെ ചെവിയുടെ ഇൻഫെക്ഷൻ ഒരു സാറ്റർഡേ നമ്മുടെ ഒരു ഡോക്ടർ മരിച്ച് സ്ട്രൈക്ക് ആയതുകൊണ്ട് അന്ന് ENT ഒന്നും കാണാൻ പറ്റിയില്ല. അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിസ്ചാർജ് കേട്ടോ. ഇത് 1-ാം തീയതിയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നത്. അന്ന് വൈകിട്ട് അവൾ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും ആശുപത്രി ബഹളവും ഒക്കെ ആയി. ഇനി കുറച്ച് ദൈവികത ഇങ്ങോട്ട് പോരട്ടെ. എന്തായാലും അതങ്ങ് കഴിഞ്ഞല്ലോ, അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല പല എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിലും കൂടെ പോകണമല്ലോ. എൻ്റെ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റ് സാത്തിക്കുട്ടിയുടെ കൈ കുത്തിയിട്ട് ബ്ലഡ് വരുന്നില്ലായിരുന്നു. ഭയങ്കര പാടായതുകൊണ്ട് അവർ സിറിഞ്ച് വെച്ച് അങ്ങ് കുത്തി കൊച്ചിനെയൊക്കെ തകർത്തു. ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നത് കേട്ടോ. അമ്പലത്തിൽ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇതില്ലായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഉച്ചയ്ക്കായപ്പോൾ എൻ്റെ കൊച്ചിന് ചിക്കൻ വറുത്തതും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട്, വറുത്തതും കറിയും ഒക്കെ ആയിട്ട് അങ്ങ് കൊടുത്തു. നമ്മൾ പിറ്റേ ദിവസം ഉച്ചത്തെ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് അമ്മ ഫുഡ് തന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പം അതിന് ശേഷം അവൾക്ക് പഠിക്കാനൊരു ലോഡുണ്ട്. നമുക്കറിയാം ഓണപ്പരീക്ഷ വരുവാണ്. അന്നേരം ഞങ്ങൾ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു കസാരയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു അവൾക്ക് പെൻഡിങ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ട്യൂഷനുണ്ട്. ട്യൂഷൻ പ്ലസ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം. നമ്മൾ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സൺഡേ ഞാൻ തന്നെ ഇരുത്തി പഠിപ്പിക്കും കേട്ടോ. ഇനി കുറച്ച് അടുക്കളയിലെ ഹാക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമല്ല, എങ്കിലും ഒരു അടുക്കളയിലെ ഹാക്ക് പറയാം. ഇത് ഞാൻ നമ്മുടെ സിംലയിൽ നിന്ന് മേടിച്ച ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. 14 രൂപയായിട്ടുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റൊക്കെ മേടിക്കാൻ നേരം അത് അഴുകി പോകത്തില്ലേ. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് ക്യാരറ്റ് വെച്ച് അതിൻ്റെ മണ്ടയിലും ടിഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ അത് അഴുകില്ല. അതെല്ലാം മുളക് പെട്ടെന്ന് അഴുകി പോകുന്ന സംഭവം. അതൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നിങ്ങൾ മേടിച്ചിട്ട് അതിനകത്ത് ടിഷ്യൂ ഇട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ സാധനങ്ങൾ അഴുകാതിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൽ. ഞാനുണ്ടല്ലോ പുതിയ കണ്ടെയ്നേഴ്സ് ഒന്നും മേടിച്ചില്ല. ഇത് ഇല്ലാത്തതുകൊണ്ട് മേടിച്ചാൽ, അല്ല ഉള്ള കണ്ടെയ്നേഴ്സിലൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇല്ലാത്തത് മാത്രം നമ്മൾ മേടിച്ചാൽ മതിയല്ലോ. പിന്നെ കൊതുകൊക്കെ വരാൻ വേണ്ടി സമയം, ഇപ്പം മഴക്കാലമായിട്ട് ഭയങ്കര കൊതുകൊക്കെ അല്ലേ. ഈ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ ഒരു 82 രൂപയാണെന്ന് തോന്നുന്നത്. ഇത് സൂപ്പർ സംഭവം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ പൈനാപ്പിളിൻ്റെ സ്മെല്ലുള്ള ഇതുണ്ടല്ലോ ചന്ദനത്തിരി അതൊക്കെ കത്തിച്ച് വെക്കും. നല്ല പൈനാപ്പിളിൻ്റെ സ്മെല്ല്. അല്ലെങ്കിൽ നമ്മുടെ കുമിൻചാമിനില്ലേ, അതിങ്ങനെ ക്യൂബ്സ് രൂപത്തിൽ കിട്ടത്തില്ലേ, അതും ഇങ്ങനെ കത്തിച്ച് വെക്കും. അതൊക്കെ വൈകുന്നേരം നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദൈവികം, ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. ഇത് ജോലിക്ക് വയ്ക്കാൻ തന്നെ എനിക്ക് ഇത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മാക്സിമം ഇങ്ങനെ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂ. അതിന് ശേഷം ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ അന്നൊരു ഫുൾ മൂൺ ഡേ ആയിരുന്നു, ചിങ്ങം 1 കേട്ടോ. ഈ മൂണുണ്ടല്ലോ നല്ല ഭംഗിക്ക് നല്ല
വെട്ടത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ക്യാമറ വെച്ച് എടുത്തപ്പോൾ എനിക്കറിയത്തില്ല ഇത്രയും കാണാൻ പറ്റത്തുള്ളൂ, ഭയങ്കര ഡിമ്മായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മൾ മൂണും സണ്ണും ഒക്കെ കഴിഞ്ഞ് കണ്ട് നമുക്ക് ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇനിയും കൂടുതൽ വ്ളോഗ്സ് പെട്ടെന്ന് കണ്ടിന്യൂറ്റി ആയിട്ട് ഇടാൻ സമയക്കാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ബിസിയാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കുറച്ചൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗോൾസൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും.